അനുഗ്രഹം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അനുഗ്രഹം വേണ്ടാത്തവരാരുമില്ല എന്നാണ് എൻ്റെ ചിന്ത. നമുക്കെല്ലാവർക്കും എന്ത് വേണം? അനുഗ്രഹം വേണം. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പദങ്ങൾ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ ആയിരിക്കും. ആമേൻ. അനുഗ്രഹം അത്യാവശ്യമാണ്. പക്ഷേ ഈ ഭാഗത്ത് വേദപുസ്തകം പറഞ്ഞ എബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം, അതിന് 4 നമ്മൾ വായിച്ച വാക്യം, 3-ാം ദിവസം എബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ആമേൻ. ഞാൻ നിങ്ങളോട് ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ആമേൻ. ചില സ്ഥലങ്ങൾ ചില വ്യക്തികൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചില വ്യക്തികൾക്ക് ചില സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആമേൻ. ചിലടം ചിലരുടെ രക്ഷയ്ക്കുള്ള സ്ഥലമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലടം ചിലരുടെ സൗഖ്യത്തിൻ്റെ സ്ഥലമാണ്. ചില ഇടം ചിലരുടെ അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ്. ഇന്ന് രാത്രി ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, കർത്താവ് ചിലതിനെ ഇതിനകത്തെത്തിച്ചതും ചിലരുടെ വിടുതലിന് വേണ്ടിയാണ്, ചിലരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, ചിലരുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ കാണിച്ച സ്ഥലം അതെത്ര ദൂരമാണെങ്കിലും അത് നിന്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം. അത് നിന്റെ ബ്ലെസ്സിങ്ങിന്റെ സ്ഥലം. ബൈബിൾ പറഞ്ഞു അബ്രഹാം ദൂരത്ത് നിന്ന സ്ഥലം കണ്ടു. എത്രാമത്തെ ദിവസമാണ് കണ്ടെന്ന് പറഞ്ഞ്? 3-ാം ദിവസം, അല്ലേ? 3-ാം ദിവസം. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ 3 ദിവസം നടന്നിട്ട് 3-ാം ദിവസം നോക്കിയപ്പോൾ കണ്ടത് സ്ഥലം അടുത്തൊന്നല്ല, ദൂരെ. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും കുറച്ച് നടന്നാലേ ആ സ്ഥലത്ത് എത്തത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചില സ്ഥലങ്ങളിൽ ദൈവം നിന്നെ എത്തിച്ചത് കർത്താവിൻ്റെ പ്രത്യേക പദ്ധതിയാണ്. ഇന്ന് ആത്മാവിൽ ഞാനും പറയും, ഇതിനകത്തും നിങ്ങൾ ദൈവം എത്തിച്ചെങ്കിൽ അത് പ്രത്യേക പദ്ധതിയാ. ഓ, വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അബേൽ, ഇന്ന് ഈ ഞായറാഴ്ച ആരാധനയിൽ തൃച്ചിയല്ലേ? തൃച്ചിയിൽ നിന്നല്ലേ? അത് കോയമ്പത്തൂർ, തിരുച്ചി. ആ തൃച്ചിയിൽ നിന്ന് നിങ്ങളെ എത്തിച്ചെങ്കിലും അത് ദൈവത്തിൻ്റെ പ്രത്യേക പ്ലാനാ. പരിശുദ്ധാത്മാവ് ചിലതിനോട് പറയാനുണ്ട്, ആമേൻ, ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയും, അനുഗ്രഹം അനുഭവിച്ച ഒരു കൂട്ടം ഇതിനകത്തുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. കർത്താവ് പറയുന്നു, ചിലടം നിങ്ങളെ കാണിച്ചത് തകരാനല്ല, ഉടയാനല്ല, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി. ഓ, ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നേടുവാൻ യേശുവേ നിന്റെ മഹത്വം ചലിക്കട്ടെ. കർത്താവ് എബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാമേ, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ആരാധനയാ എനിക്ക് നന്നായിട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നിടത്ത് വന്ന് നീ എന്നെ ഒന്ന് ആരാധിക്കണം. ശ്രദ്ധിക്കണം, ഇതാണല്ലോ അതിനകത്തെ കണ്ടന്റ്, അല്ലേ? ഞാൻ പറയുന്നിടത്ത് വന്ന് എന്ത് ചെയ്യണം? നീ എനിക്ക് ആരാധന തരണം. പക്ഷെ പറയുന്നിടത്ത് വരുമ്പോൾ, ആമേൻ, ആരാധിക്കാൻ വരുമ്പോൾ എല്ലാവരുമായിട്ട് വരരുത്. ചിലർ ചിരിക്കുക, അടുത്ത ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് വരുന്നില്ല. ഗ്ലോറി ടു ജീസസ്. എന്താ ഈ വാക്യത്തിൻ്റെ ആശയം? ഈ ആരാധനയ്ക്ക് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ എബ്രഹാമിനോട് പറഞ്ഞു, നീ അപ്പനും മോനുമായിട്ട് വന്നാൽ മതി. ആരുമായിട്ട് വരണം? ആവശ്യമില്ലാത്ത നിങ്ങൾ കേൾക്കണ്ടെങ്കിൽ വിട്ടാൽ മതി. ഹല്ലേലൂയ. അപ്പനും മോനുമായിട്ട് വന്നാൽ മതി. പിന്നെ അമ്മയെ ഇപ്പം എന്ത് ചെയ്യണ്ട? ഈ മോറിയ മലയിലേക്ക് നീ എന്ത് ചെയ്യരുത് കൊണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ കർത്താ, കുടുംബോട്ടല്ലേ? യോശുവ പറഞ്ഞോളൂ, ഞാനും എൻ്റെ കുടുംബവോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതാണല്ലോ നല്ല വചനം, നമുക്ക് ഇഷ്ടപ്പെട്ട വചനവുമാ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? പക്ഷെ ഈ ആരാധനയ്ക്ക് എന്നാ കർത്താവ് പറഞ്ഞു, ഇടാ, എല്ലാ ആരാധനയ്ക്കും എല്ലാവരെയും ചേർക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ആരാധനയല്ല വലുത്, ചിലർക്ക് അഭിപ്രായമാ വലുത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല?
ചിലർക്ക് ആരാധനയല്ല പ്രധാനം, അഭിപ്രായമാണ് പ്രധാനം. അതുകൊണ്ട് നിന്റെയും നിന്റെ മകന്റെയും ആരാധന ആമേൻ അത് തുടങ്ങിയാൽ ചില അഭിപ്രായം വരും. അഭിപ്രായം വന്നാൽ എനിക്ക് പ്രസാദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അഭിപ്രായത്തെ മാറ്റി വച്ചിട്ട് ആമേൻ എനിക്കുള്ള ആരാധന ജെന്യൂനായിട്ട് നീ തരുവാണെങ്കിൽ മോറിയ മല നിന്റെ ജീവിതത്തിൽ ചില ചരിത്രങ്ങൾ യെസ് 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 ആരോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, റിയലായി ചിലത് കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അസാധാരണ ബ്ലെസ്സിംഗ് നിന്നിൽ വെളിപ്പെടാൻ പോവുകയാ. ചൂടാബാലാബാല വൈഡം ജനാധരാമനഗടഗസി അത്യുന റക്ഷസ്കമനഗടഗസി വൈഡം പ്രൗഢിബിനിഗടഗസി. ഹല്ലേലൂയ. ആമേൻ. അഭിപ്രായങ്ങളിലെ ആരാധനയല്ല ദൈവത്തിന് വേണ്ടത്. ആമേൻ. ഹൃദയം നുറുങ്ങിയ ആരാധന ദൈവത്തിന് വേണ്ടത്. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുക. ചിലരുടെ ആരാധന അഭിപ്രായങ്ങൾക്ക് അനുസൃതമാണ്. ആത്മാവ് പറയുന്നു അഭിപ്രായങ്ങൾക്ക് അനുസൃതമല്ല. ദൈവം പറയുന്നത് പോലെ അങ്ങ് നിന്ന ഞാൻ പറയാ, ചരിത്രങ്ങളിൽ ആരും നേടാത്ത ചില ബ്ലെസ്സിങ്ങുകൾ നിന്റെ വീട്ടിൽ ദൈവം കൊണ്ടുവരും. നിന്റെ കുടുംബത്തിൽ ദൈവം കൊണ്ടുവരും. ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുകയാ, ആരാധിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ലാം ഷധ റഖമാനസെ റീബാ ബാബാ ഷഖനിയ റീബൽ ഖമനഗഡഗസെ നിന്റെ വീട്ടിൽ അത് വരും. ഓ ശബരാധര വൈഡവരന്തര ദീപ ക്ഷമന വൈഡാന റീബ ലാഭ അൽഖാന റീബ ക്ഷമനെ അന്ധേര ധേര രഗജ വൈഡാബ റീബ ലാഭ അൽഖാന റീബ ക്ഷമനെ. ചൂടവരന്തര വൈഡവരാജ അൽഖാന റീബ ലാഭ വൈഡാബ ശന്തർ കമനെ അടഗാന റീബ ലാഭ അസ്താര ധേര രഗന വൈഡാബ ശന്തൽ കമനെ വൈഡാന റീബ ലഗടഗെ അന്ധേര ധേരവ രഗജ വൈഡാന റീബ ലാഭ അൽഖാന റീബ ക്ഷമനെ അന്ധേര ധേരവ രഗജെ വൈഡാബ റീബ ലാഭ അസ്താര ധേര രഗന അന്ധേര ധേര രഗന വൈഡാബ ശന്തൽ കമനെ വൈഡാബ റീബ ലാഭ അസ്തേര ധേര രാജ. യേശുവേ, glory to Jesus. Hallelujah. Amen. മിക്കവാറും ദൈവം എല്ലായിടത്തും വിളിച്ചിട്ടുള്ളത് കുടുംബമാട്ടാ. പക്ഷെ ഇവിടെ തമ്പുരാൻ പറഞ്ഞ അഭിപ്രായം പറയുന്ന സാറാ വീട്ടിൽ ഇരിക്കട്ടെ. ശ്രദ്ധിക്കണേ. ഞാൻ എല്ലാവരെയും വിളിക്കുന്ന കുടുംബമാട്ടാ. ഈ ദൂത് ഏറ്റെടുക്കരുത് കേട്ടോ. ഈ പറഞ്ഞ കാര്യം മാത്രമേ ബാക്കിയെല്ലാം ഏറ്റെടുത്തോളൂ. അതെ, ശ്രദ്ധിച്ചേക്കണേ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കുള്ളതല്ല, ഇത് അബ്രഹാമിൻ്റെ വീട്ടിനകത്തുള്ള കാര്യമാണ്. ബാക്കിയെല്ലാം നമുക്കുള്ളതാണ്. എടാ, ഈ മോറിയ ദേശത്ത് ഞാൻ കാണിക്കുവാ നിന്നെ. എത്ര പേര് അവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ആരൊക്കെയാ പോകണ്ടേ? അപ്പനും മോനും. ഇനി ഈ മോറിയ ദേശത്ത് ഒരു ആരാധനയ്ക്ക് പോകുന്ന അബ്രഹാമിനോട് ചോദിച്ചാൽ അവിടെ സഭയുണ്ടോ? പുള്ളി പറയും അവിടെ സഭയില്ല. അവിടെ പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? അവിടെ ഒരു ഗ്രൂപ്പും ഇല്ല. അവിടെ ആൾപ്പാർപ്പുണ്ടോ? സത്യം പറഞ്ഞ അതുമില്ല. പിന്നെ എത്ര പേരെ ഉള്ളൂ ആരാധനയ്ക്ക്? ആകെ 2 പേരേ ഉള്ളൂ. 2 പേരുടെ ആരാധനയ്ക്ക് എന്തിനാ? ആമേൻ. എബ്രഹാം മകനോട് ചോദിക്കുക, എന്തിനാ ഈ 3 ദിവസമായി നടന്നിട്ട് ഇനിയും നടന്ന് മലയുടെ മണ്ടയ്ക്ക് കയറി പോകുന്ന ചില ഇടങ്ങളിൽ നിന്നെ എത്തിക്കുന്നത് ദൈവത്തിന്റെ പ്രത്യേക പ്ലാനാ. ആളല്ലെന്നേ പ്രധാനം. ആത്മാവ് ശക്തമായി പറയുന്നു, ദൈവം ഇറങ്ങുന്ന ഇടത്ത്, ദൈവം ഇറങ്ങുന്ന ഇടത്ത് ഇന്ന് മഹത്വം തിരിച്ചറിയണം ജനം. റിബല റിബല ഹദല ജല ഘടക രഗധുരിയാന്തര റിബൽ കമന ഘടക ശന്തൽ കമന ഘടകസേ. ഹല്ലേലൂയ. കണ്ടോ, വചനം പറയുക, ആകെ 2 പേരേ ഉള്ളൂ. ആമേൻ. സത്യം പറയാലോ, ഈ അബ്രഹാമിന്റെ കൂടെ കഴുതയുണ്ട്, ബാല്യക്കാരുണ്ട്, 2 ബാല്യക്കാരുണ്ട്. എൻ്റെ ഭാഷയിൽ ഞാൻ പറയും, ബാല്യക്കാർ കൂടെ ഉണ്ടെങ്കിൽ ബാല്യക്കാരോട് പറയുക, ആ മല കണ്ടപ്പോ ബാല്യക്കാരോട് പറയുക, നിങ്ങൾ ഇവിടെ നിൽക്കണം. സാറായിയെ പോലും കൊണ്ടുവരാതെ ഞാൻ ആരാധനയ്ക്ക് പോണേ, പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകും? ഒരു പറഞ്ഞില്ലല്ലോ നിങ്ങളെ. എൻ്റെ വീട്ടിനകത്തുള്ള
ഈ ഇസഹാക്കെന്ന വാഗ്ദത്തത്തെ എൻ്റെ കയ്യിൽ തന്ന സാറായെ പോലും ഞാൻ വിളിച്ചില്ല. ബാല്യക്കാര് പറയുവാ ഞങ്ങളും വരാം. പുള്ളി പറഞ്ഞു വേണ്ട, ഇവിടെ നിന്നാ മതി. ഒരു ഹല്ലേലൂയ പറ നിങ്ങള്. ഈ അബ്രഹാമിന്റെ സ്ഥാനത്ത് റെജിപ്പാസ്റ്റായിരുന്നെങ്കിൽ ഞാൻ ടോട്ടലി വ്യത്യസ്തനാണ് അബ്രഹാമിൽ നിന്ന്. രണ്ടുപേരുണ്ടല്ലോ, മതി, നിങ്ങളും കൂടി വാ, ഇതിൽ കയ്യൊക്കെ അടിച്ച് പാടി നന്നായിട്ട് ഇവിടെ ദൈവം ഇറങ്ങും. ഇതേ ഞാൻ പറയത്തുള്ളൂ. പറ്റുമെങ്കിൽ രണ്ടെണ്ണത്തെ കൂടെ വിളിച്ചവരെ നോക്കത്തുള്ളൂ. അമ്മേ പറ്റുമെങ്കിൽ രണ്ടെണ്ണത്തെ കൂടെ. ഓ, അപ്പൊ കർത്താവിനോട് ഒരാള് ഓടുന്നതല്ല പ്രധാനം. ഒരുക്കം ഉണ്ടെങ്കിൽ ഒരാൾ മതി, അവിടെ സാന്നിധ്യം ഇറങ്ങും. ഇന്ന് പകൽ ആത്മാവ് ചിലതിനോട് പറയുക, ആളല്ല പ്രധാനം, എണ്ണമല്ല വലുത്, നിന്റെ ഹൃദയം ഒരുക്കമുണ്ടോ സാന്നിധ്യം അവിടെ. അന്തർകമനം ചാലം തേരെ ശൂടപരന്തര വൈഡപരാധര വൈഡം ചാല ധേരാരകന വൈഡൽ കമന റീവക്ഷമനെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയുള്ള മീറ്റിങ്ങിൽ ഞാൻ നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവുക. ഞാൻ ബ്രദറിനോട് പറഞ്ഞ ആളെ കൂട്ടണം കേട്ടോ, എൻ്റെ സ്വഭാവമാണ്. രണ്ടുപേരെ കിട്ടിയാ കൂട്ടണം. ആമേ, ആളെയൊക്കെ കൂട്ടണം. പുള്ളി കുറച്ച് കസേരയൊക്കെ വാടക എടുത്ത് വീടങ്ങ് നിറച്ചു. 6 മണിയായി 7 മണിയായി ഇപ്പം ഞങ്ങൾ വന്നൊക്കെ എത്തി. ഇത്രയേ ഉള്ളൂ പാസ്റ്റർ, ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വേറൊരു കാര്യം, വൈകുന്നേരം ആയപ്പോൾ ദൈവാത്മാവ് എന്നോട് ചോദിക്കുന്നു 2 കാര്യങ്ങൾ ചോദിച്ചു. ആള് വേണോ സാന്നിധ്യം വേണോ? ആമേ, പുള്ളിയാ വാടകയ്ക്കെടുത്ത് കസേര എല്ലാം കൊണ്ട് നിരത്തിയിട്ടേക്കുന്നത്. പുള്ളി പറഞ്ഞത് കസേര ചുമന്നത് ഞാനാ, കസേര എടുത്തത് ഞാനാ, ആരൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചതും ഞാനാ, അവർക്ക് വേണ്ടി ഇരിക്കാൻ കൊണ്ടിട്ടത് ഞാനാ. പുള്ളി തിരിച്ചു വിളിച്ചു പറഞ്ഞത് ആളല്ല സാന്നിധ്യം മതി. അതേപോലെ എനിക്ക് ഒട്ടും വയ്യ പ്രസംഗിക്കാൻ. ഇന്നത്തെ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും അതേ നിലവാരത്തിൽ തന്നെ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ ഈ വെള്ളിയൊക്കെ വരുന്നേ, പിടിച്ചെടുക്കാൻ പറ്റി പിടിച്ചെടുത്ത വെള്ളി, സ്വർണം വരാത്തത് ബാക്കി പോട്ടെ. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഇതേ നിലവാരത്തിൽ ഞാനങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് ഒരു വചനം കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് തന്നു. ഇതങ്ങോട്ട് എടുത്തങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു 15 മിനിറ്റ് മാക്സിമം. അതങ്ങോട്ട് കഴിഞ്ഞു തുടങ്ങിയപ്പോൾ അടുക്കി വെച്ച ആള് തന്നെ കസേരെല്ലാം ചവിട്ടി വെളിയിലിട്ടു. പിന്നൊന്നും പറയണ്ട. അല്ലടാ ചെക്കന്മാരെ, ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, വീട്ടിനകത്തൊക്കെ ഫയർ വരിക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ര കണ്ട് അങ്ങനെ പോവാറില്ല. പക്ഷെ എന്തോ എനിക്കറിയില്ല. 4 മണി മുതലേ പറയുക ആളല്ല പ്രധാന, സാന്നിധ്യം ഉണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ ആശയം വേറൊന്നുമല്ല. കൊതിയുണ്ടെങ്കിൽ 2 ആയാലും മലമുകളിൽ ഇറങ്ങിയത് നീ ഇരിക്കുന്നിടത്തേക്ക്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് തൊടുക ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങട്ടെ. ചൂടവരാധര വൈഡവരന്ത് അൽക്കാന റീബ ലാഭ വൈഡാവ ഷൈഡവരഗദേ അൽക്കാന റീബ ലാഭ അസ്താര ധേരെ ധേരെ ചൂടാന വൈഡം ചാനെ. കം ഓൺ. ഓ ഹല്ലേലൂയ. എവിടേക്കോ ദൈവാത്മാവ് ഇന്ന് ചലിക്കുന്ന പകലാ. എനിക്കറിയില്ല, സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ചിലര് ദൈവം കാണുന്നു. ദൂരം പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ഈ ആരാധനയുടെ അകത്തോട്ട് കയറി വന്ന നിന്നെ ദൈവം കൊണ്ടുവന്നതാ. എന്തിനെന്നറിയാമോ? മറ്റാർക്കും കൊടുക്കാത്ത ചിലത നിനക്ക് വേണ്ടി തരാൻ. ചൂടാലാഭ ഷൈഡവരാജ വൈഡം ജാന ധേര ധേര അത്യുരബലബല റീവക്ഷബലബല അന്തൽകമന റിഗദനഗദഗേ. ഹല്ലേലൂയ, ഗ്ലോറി. റിഗബലബ ശന്തർകമനഗദഗസി. ആമേൻ. ചിലപ്പോൾ ദൂരെ ആയിരിക്കും, ചിലപ്പോൾ അടുത്തായിരിക്കാം. കർത്താവ് കാണിച്ച ദേശം 3 ദിവസം നടന്നേച്ചാ പുള്ളി കണ്ടത്. എത്തിയിട്ടില്ല. അപ്പനും മോനേ ഉള്ളൂ, അമ്മയെ കൊണ്ടുവന്നില്ല. കാരണം എല്ലാ ആരാധനയും ഒരുപോലല്ല. അബ്രഹാം പറയും സാറായിയെ കൂടെ കൊണ്ടുവന്ന എന്നാ. തമ്പുരാൻ പറയും ഇന്നലെ വീട്ടിൽ ഇരുന്ന് ആരാധിച്ച ആരാധന അല്ല, മോറിയാമലയിൽ. ഓ,
ചില ആരാധനകൾ വ്യത്യസ്തമാണ്. നിന്റെ അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്ന പോലെ അല്ല നിനക്ക്. ആരോടോ ദൈവാത്മാ പറയുന്നു, സാറായിക്ക് കണ്ട പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ മാത്രം ദൈവം നിർത്തി, നിന്നെ മാത്രം മോറിയ മലയിലേക്ക് വിളിച്ച നിന്റെ ആരാധന സ്വീകരിപ്പാൻ ദൈവം ഒരുങ്ങിയെങ്കിൽ, ഓ എന്റെ ദൈവം എന്തോ സ്പെഷ്യലാ. എബ്രഹാമേ, നിനക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് മഹത്വത്തിന്റെ സാന്നിധ്യത്തെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ എന്റെ ദൈവം തയ്യാറാ. ചൂടാബാല വൈശാബാല റീവലഗന അന്തൽകമന ധീരം ചാല വൈഡഗരഗദേ അത്യുരബലബല റീവക്ഷമനവ രഗദഗരഗദേ. Come on, Holy Spirit. Hallelujah. Amen. എല്ലാ ആരാധനയും ഒരുപോലല്ല. ദൈവജനം ശ്രദ്ധിക്കണം. എല്ലാവരും ആരാധിച്ചും, പക്ഷെ ദൈവം എല്ലാവരിലും പ്രസാദിക്കത്തില്ല. ഒരു വീട്ടിലെ രണ്ടുപേരെ ആരാധിക്കാൻ പോയി. ഒലപ്പം കേൾക്കാനുണ്ട്. ഒന്ന് കയ്യിന്, ഒന്ന് ഒരപ്പൻ വളർത്തിയതാ രണ്ട് പിള്ളേര്. ഒരപ്പൻ വളർത്തിയതാ രണ്ട് പിള്ളേര്. രണ്ടുപേർ ആരാധിക്കാൻ പോയി, ഒരുമിച്ച് ആരാധിച്ചു. പക്ഷെ രണ്ട് ആരാധനയും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി. ദൈവം ഒരാരാധനയും പ്രസാദിച്ചു. ഗ്ലോറി. ഇതിനകത്തൊരു 10-200 പേരുണ്ടെങ്കിൽ 200 ടൈപ്പിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കും. എല്ലാ വിളിയിലും പ്രസാദിക്കണമെന്നില്ല. പ്രസാദിക്കാൻ തക്കവണ്ണം വിളിക്കുന്നവർക്കായി സ്തോത്രം. ഓ, ദൈവം പ്രസാദിക്കണമെന്ന് ചിന്തിച്ചു വിളിക്കുന്നവർക്കായി നന്ദി. ഇന്ന് ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. അവനാ ചരിത്രത്തെ തിരുത്തുന്നത്. അവനാ ചിലതൊക്കെ മേടിക്കാൻ പോകുന്നത്. അവനാ സാറായിയെ നോക്കാതെ, ബാല്യക്കാരെ നോക്കാതെ ആരാധിക്കുന്ന തലമുറയ്ക്കായി സ്തോത്രം. Glory to Jesus. Amen. Hallelujah. ശ്രദ്ധിക്കണേ. രണ്ടുപേരെ ആരാധിക്കാൻ പോയി. ഒരാളിന്റെ ആരാധന ദൈവം പ്രസാദിച്ചു, മറ്റേ ആളുടെ ആരാധന ദൈവം. ശരിയല്ലേ? ഒരപ്പന് വളർന്ന മക്കളല്ലേ? ഒരപ്പനല്ലേ രണ്ടുപേരെ ആരാധന പഠിപ്പിച്ച് ദൈവത്തിന് കൊടുത്തപ്പോൾ രണ്ടും ദൈവത്തിൻ്റെ അടുത്ത് എത്തിയില്ലേ? എത്തി എന്നതിന് തെളിവാ ഒരാളുടെ പ്രസാദിക്കാത്തത്. എത്തി, പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ഇത് പഴയ നിയമത്തിലാ. ഓട്ടെ, പുതിയ നിയമത്തിലുണ്ട് സംഭവം. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരാള് പരീശൻ, മറ്റേയാള് ഇതാണ് അവരുടെ പേര്, വേറെ പേരൊന്നുമില്ല. തോമാച്ചനൊന്നും ജോർജപ്പച്ചനൊന്നും പറയാനൊന്നുമില്ല. ഒരാൾ ചുങ്കക്കാരൻ, മറ്റേയാള് യേശുക്രിസ്തു നന്നായി പറഞ്ഞു. ഈ പരീശൻ എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയൊന്നുമല്ല. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും. ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്ന ആരുണ്ട് ഇവിടെ? ഒരു ഹല്ലേലൂയ പറഞ്ഞ് 1.5 കൈയൊക്കെ കണ്ടു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നല്ലതാ. ആമേൻ. അടുത്ത പുള്ളി പറഞ്ഞ നേടുന്നതൊക്കെ ദശാംശം കൊടുക്കുക. എന്നാ കൊടുത്തു? അത് കൊടുക്കുന്നവർക്ക് ഉണ്ടോ? ഗ്ലോറി ടു ജീസസ്. നിങ്ങളുടെ മോൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതൊക്കെയും ദശാംശം കൊടുക്കുന്നു. അടുത്തെന്നാ പറഞ്ഞ? അടുത്ത് നിൽക്കുന്ന പുള്ളിയെ പോലെ ഞാനല്ല. ഇത് സ്റ്റാൻഡേർഡ് പ്രാർത്ഥനയാണ്. വരുന്നില്ലല്ലോ. അടുത്ത് നിൽക്കുന്ന പുള്ളിയെ പോലെ എന്റെ പ്രാർത്ഥന ഇത് സ്റ്റാൻഡേർഡാ. ഒന്നുകൂടെ പറഞ്ഞ്, എങ്ങനെ തുടങ്ങണമെന്നറിയാം, എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാം. നീ അടുത്ത് നിൽക്കുന്ന പുള്ളിയോട് ചോദിച്ചു, നിനക്കൊല്ലം അറിയുമോ? തുടങ്ങാനും അറിയില്ല, അവസാനിപ്പിക്കാനും അറിയില്ല, ആമേൻ മാത്രം അറിയാം. ചിലർ പറയും, എനിക്കും അങ്ങനെ തന്നെ മാസ്റ്ററെ. ഇരുന്നോ, കർത്താവ് നിങ്ങളോട് പറയാൻ പോവാ, സംസാരിക്കാൻ പോവാ. അടുത്ത ഒറ്റപ്പുള്ളി. ഇത് ഒരാൾ ആലയത്തിന്റെ വലതു സൈഡും ഒരാൾ ആലയത്തിന്റെ ഇടതു സൈഡും, രണ്ടും ഒരാലയത്തിൽ. ഈ പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ കണ്ടു, ചുങ്കക്കാരൻ, പണം പിരിപ്പ് നടത്തുന്നവൻ, ഇവൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുവോ? പറഞ്ഞില്ലല്ലോ. വിഷമായ ആപ്പിച്ചിലേക്ക് നമ്മൾ കയറി വരാൻ പോട്ടെ. ഇത്രയാണെന്ന് പറഞ്ഞാലേ കയറി വരാൻ പറ്റത്തുള്ളൂ. പുള്ളി പറയുവാ, ഈ പരീക്ഷ പറയുക അവനെ പോലെ ഒന്നും അല്ല. പുള്ളി നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഗ്രാമറൊന്നും തെറ്റാതെ പ്രാർത്ഥിച്ചു, ശരിയായ വാക്കുകളോട് പ്രാർത്ഥിച്ചു. എന്നാൽ മറ്റേ പുള്ളിക്കാരൻ അങ്ങനല്ല. കർത്താവേ, ദശാംശമൊന്നും കൊടുത്തിട്ടില്ല, ഉപവസിക്കാനും പറ്റിയിട്ടില്ല,
എന്നെ കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നേരെ പ്രാർത്ഥിക്കാൻ അവരോട് പുള്ളി മുഖം അങ്ങ് കുനിച്ചു പിടിച്ചു. മേളിലോട്ട് നോക്കാൻ എനിക്ക് ലജ്ജയാ. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് മുറിഞ്ഞ ഹൃദയത്തോടെ പുള്ളി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടുപേരും ഒരേ സമയം പുറത്തിറങ്ങുമ്പോൾ ബൈബിളൊന്ന് പരീശൻ അങ്ങനെ തന്നെ പോയപ്പോ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ഇറങ്ങി. ഇന്ന് ആത്മാവ് ചിലതിനോട് പറയുക, ഒരു ചർച്ചിനകത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച രണ്ടുപേര് അവരുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമാ. ആത്മാവ് ഇതിനകത്ത് പറയുന്നു, നീ ദൈവം പ്രസാദിക്കുവാൻ തക്കവണ്ണം നീ പ്രാർത്ഥിക്കാം. അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം ഉപവസിച്ചെന്ന് പറഞ്ഞ മനുഷ്യന് ഒന്നും കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. അടുത്ത ദശാംശം കൊടുത്തെന്ന് പറഞ്ഞ പുള്ളിക്ക് ഒന്നും കിട്ടിയില്ല. ചിലരത് ചിരിക്കുക, ആ പടം 3 നല്ല തരുന്നുള്ളൂ, ഒഴിവാക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദശാംശം കൊടുത്തതൊന്നും കിട്ടാത്തത് പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ടോ? അതിവിടെ ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ, ദശാംശം കൊടുത്ത പുള്ളിക്കും ഒന്നും കിട്ടിയില്ല. അവനെ പോലെയല്ല ഞാൻ നല്ലവനാന്ന് പറഞ്ഞ പുള്ളിക്കും ഒന്നും കിട്ടിയില്ല. മറ്റേ പുള്ളി പറയുക, നോക്കാൻ എനിക്ക് ലജ്ജയാ. പക്ഷെ ബൈബിൾ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അവനിൽ ദൈവം പ്രസാദിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാ, പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ആമേൻ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചാൽ ഞാൻ പറയാം, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാ. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥന ദൈവം പ്രസാദിക്കുന്ന നിലയിൽ, ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയായി നിന്നിൽ നിന്ന് ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. ഉടകബല ശബ്ദന റിഗൽകമന വൈശസ് പ്രൗഢി ബിരികടഗസി. ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി. ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന പറയണം, അല്ലേ? അതോടെ നിൽക്കട്ടെ. എബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാമേ, ദൂരെ നിന്ന് പുള്ളി കണ്ടു. കുറെ കൂടെ നടന്ന് അടുത്തെത്താറായപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നോ, കഴുതയുമായിട്ട് ഇവിടെ നിന്നു, ഞാനും മോനും പോയിട്ട് വരാം. അപ്പൊ 2 പേരാ ഈ മലയുടെ മുകളിൽ ആരാധിക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ ചിന്ത, കർത്താവേ, വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലല്ലോ, ഈ 2 പേരുടെ ആരാധന ആരും കാണാത്ത ഈ വഴി വെച്ചങ്ങ് നടത്തിയ പോരെ. പക്ഷെ കർത്താവ് പറയും, ഞാനൊരു സ്ഥലം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വഴിയിലെ സ്ഥലം പോലെയല്ല ഞാൻ അവന് കാണിച്ചു കൊടുത്ത സ്ഥലം. ആ സ്ഥലത്തിന് അധ്യായം വായിച്ചാലേ നിങ്ങൾക്കറിയാവൂ, യഹോവ പ്രത്യക്ഷമാകുന്നൊരു സ്ഥലമാണ്. ഇന്ന് ചില ഇടങ്ങൾ ദൈവം നിനക്ക് ചൂണ്ടിക്കാണിച്ചത് ദൈവം ഇറങ്ങുന്ന സ്ഥലമാണ്. വഴി നിന്ന എബ്രഹാമേ, നീ തോറ്റുപോകും. ഞാൻ കാണിച്ച ഇടത്ത് നീ എത്തിയാൽ നിന്റെ നഷ്ടങ്ങളല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി നീ മലയിറങ്ങാൻ പോവുകയാ. ഇന്ന് പകലിലും ആരോടോ ദൈവാത്മാവ് പറയുന്നു, ദൈവം പറഞ്ഞ ഇടത്ത് നീ എത്തിയിട്ടുണ്ടെങ്കിൽ നീ അനുഗ്രഹം അനുഭവിക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. 2 പേരുണ്ട്. 2 പേരും കൂടെ ചെന്ന് ആരാധിക്കാൻ പോകുമ്പോ സാറായെ ഒഴിവാക്കി. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച സാറായിയുടെ മുമ്പിൽ ഇസഹാക്കിന്റെ കയ്യും കാലും കെട്ടി കത്തി ഓങ്ങിയാൽ ആരാധന നടക്കില്ലെന്നറിയാം. ഇതുകൊണ്ട് ഒഴിവാക്കിയ ആ അഭിപ്രായം ദൈവം പറഞ്ഞു, വേണ്ട, അതുകൊണ്ട് നീയും നിന്റെ മകനും വാ. എവിടെങ്കിലും അല്ല, മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന ഇടം. ഗ്ലോറി. ബൈബിൾ ദൂരെ നിന്നവൻ കണ്ടു. എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൂരെ നിന്നവൻ കണ്ടു. നമ്മളിങ്ങനെ ഈ ഏതെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോഴേ ഒത്തിരി അകലെ അങ്ങ് ആകാശത്തോട്ടല്ല അങ്ങ് ആ മരങ്ങളുടെ കങ്ങ് നോക്കുമ്പോൾ കുറേ മലകളൊക്കെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. ആ
മലയിലാ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് പോയാൽ വല്ലതും നടക്കുമോ? കുറച്ചു ദൂരം കൂടെ യാത്ര ചെയ്യുമ്പോൾ മലയൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വേറെ കഴിയുമ്പോൾ വേറെ മല കാണും. ദൂരെ നിന്ന് അബ്രഹാം കണ്ടേച്ചു പറയാ, എനിക്ക് പിടികിട്ടി, അതാണ് ആ മല. കർത്താവ് എന്നോട് പറഞ്ഞു, എങ്ങനെ പിടികിട്ടി? സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവൻ അറിയാം സാന്നിധ്യം എവിടെ ഇറങ്ങുന്നതെന്ന്. ആരോടോ ദൈവാത്മാവ് സംസാരിക്കുന്നു. യാക്കോബിന്റെ ഭാര്യമാർക്കും മക്കൾക്കും അറിയത്തില്ല യാബോക്കിൽ എന്തിരിക്കുന്നെന്ന്. സാന്നിധ്യത്തിന് വേണ്ടി കൊടുക്കുന്ന യാക്കോബിനറിയാം യാബോക്കിനകത്ത് മഹത്വം ഇറങ്ങും. ഓ കൊതിയുള്ള അബ്രഹാമേ, നീ കണ്ടു, നീ മനസ്സിലാക്കി, ഇത് നിന്റെ ആരാധന ഉയരുന്ന മല. In the name of Jesus. Amen. ഈ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്നവൻ അറിയാം സാന്നിധ്യം എവിടെ ഉണ്ടെന്ന്. ഗ്ലോറി ടു ജീസസ്. ഇല്ലാത്തവനെ കാണുന്ന എല്ലാ മലയൊക്കെ ഒരുപോലെ തോന്നും. എത്ര മല കാണിച്ചാലും ഇതിനിടയിൽ ഞാൻ എത്തേണ്ടത് അവിടെയാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നവൻ ആള് വേറെയാ. ബൈബിൾ വ്യക്തമായി പറയുന്നു, യഹോവ പ്രത്യക്ഷമാകുന്നൊരു സ്ഥലം അവിടെ ഉണ്ട്. ഇന്ന് ആത്മാവിൽ ഞാൻ കൈമാറട്ടെ, നിന്നെ തമ്പുരാൻ വിളിച്ചത് തെറ്റായ വഴിയല്ല, യഹോവ ഇറങ്ങുന്ന വഴിയാ. ഓ, ആരോട് ദൈവാത്മാ പറയുന്നു, യഹോവ ഇറങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നെ ദൈവം കൊണ്ടുവന്ന്. ചൂടാബാല വൈഡ രഗജ അന്തൽ കമനാർ ഈവ ശമനെ. ഇന്നാത്മാവ് അതിശക്തമായി പറയുന്നു, ദൈവ ചിലർക്ക് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറായി നിൽക്കുക. ചൂടവരാജ വൈഡാരാജ അന്ധേര ധേരാരകന വൈഡാമ ഷൈഡവരകജെ അൽക്കാന റീമനകടകെ അന്ധേര ധേരവരകജെ വൈഡാമ ശന്തൽക്കമനെ. ഇന്ന് ആത്മാവ് ശക്തമായി ചിലതിനോട് പറയുക, വെറുതെ നിന്നെ വിളിച്ചതല്ല, ഈ വഴി യഹോവ പ്രത്യക്ഷമാകുക. ദൈവം ഇറങ്ങുന്നെടുത്ത് നിന്നെ വിളിക്കുക, ദൈവം ഇറങ്ങുന്നെടുത്ത് നിന്നെ വിളിക്കുക. റീഗൽ പ്രൗഢമനഘടക റക്ഷസ്കമനഘടകസേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പുള്ളി വെച്ച 3 അല്ല 5 ദിവസം നടന്നാലും ഞാൻ അവിടെ പോവും. ഹല്ലേലൂയ. 5 അല്ല 10 ദിവസം നടന്നാലും ഞാൻ അവിടെ എത്തും. ഞാൻ പറയട്ടെ, സാന്നിധ്യത്തിന് വേണ്ടി നടക്കുന്ന അബ്രഹാമിന് അറിയാം സാന്നിധ്യം ഉള്ളടുത്ത് ആരാധിച്ച പ്രതിഫലം ഉണ്ട്. ഗ്ലോറി. ഈ 2 പേരും കൂടെ ആരാധിക്കാൻ പോവുക. ഇപ്പൊ വഴിയിലൊന്നും ഇരിക്കാത്തതിന്റെ കാര്യം, യഹോവ ഇറങ്ങുന്നിടത്ത് ആരാധന കൊടുത്താലേ പ്രതിഫലം ഉള്ളൂ, മറുപടി ഉണ്ടാകത്തുള്ളൂ. ഇതുകൊണ്ട് 2 പേരും കൂടെ ബാല്യക്കാരെ അവിടെ നിർത്തി. സത്യം പറഞ്ഞ ബാല്യക്കാരുണ്ടെങ്കിൽ 2 കൈ കൂടുതൽ അടിച്ചേനെ, അവരിച്ചിരി നല്ല സ്വോത്രം പറഞ്ഞേനെ, യൗവനക്കാരല്ലേ. ആമേൻ. പക്ഷെ സത്യം പറയാലോ, ഇവരെല്ലാം അവിടെ നിർത്തിയിട്ട് പുള്ളിയും മോനും കൂടെ കയറി അങ്ങോട്ട് ആരാധന കൊടുക്കാൻ പോവുക. അഭിപ്രായം പറയാൻ ആരുമില്ല. എടാ മക്കളെ, അഭിപ്രായം പറയാൻ ആരുമില്ല. പരിശുദ്ധാത്മാ പറയുന്നു, അഭിപ്രായം പറയാൻ ആരുമില്ലാത്തടുത്ത അവൻ എബ്രഹാമും മകനും ആരാധിക്കാൻ തുടങ്ങി. സാറ ഉണ്ടായിരുന്നെങ്കിൽ അഭിപ്രായം വന്നേനെ, ബാല്യക്കാരുണ്ടായിരുന്നെങ്കിൽ അഭിപ്രായം വന്നേനെ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ആമേൻ. ശ്രദ്ധിക്കണേ, ഇവരാരും അഭിപ്രായം പറയാത്തൊരു മേഖലയിൽ എബ്രഹാം കയറിയിരുന്ന് ആരാധിക്കുക. ആരാധിക്കുന്നവരോട് ഞാൻ പറയാം, അഭിപ്രായത്തെ നോക്കരുത്, കർത്താവിന്റെ സാന്നിധ്യത്തെ നോക്കണം. ആമേൻ. ഈ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന വേട. ചിലർ ഇമ്പോസിഷൻ പറയുന്ന പോലെ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എപ്പോഴെങ്കിലും ഒരു തവണ ദൈവം കേട്ടാലോ അനുഗ്രഹിക്കും വരും. ഞാൻ ഈ അബ്രഹാമിനെ നോക്കി, അബ്രഹാം പറയുക, ഞാൻ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തോട് അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. 22-ാം അധ്യായത്തിൽ ആരാധന കൊടുക്കാൻ, യാഗം കൊടുക്കാനാ പോയെ.
പക്ഷെ യാഗം കഴിഞ്ഞപ്പോ അവസാനം വായിച്ച വാക്യത്തെ കണ്ടല്ലോ, അവിടെ വെച്ച് ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കണമെന്ന് കൈനീട്ടി യാചിക്കുന്നതിനേക്കാൾ നല്ലതാ നിന്റെ ആരാധന ദൈവത്തിന് പ്രസാദമായാൽ നീ ചോദിക്കാത്ത അനുഗ്രഹം ദൈവം നിനക്ക് തരും. അതൊരു സാധാരണ അനുഗ്രഹമല്ല, ഒരു അസാധാരണ. ചില വീടുകളുടെ മേൽ ഈ അനുഗ്രഹം വരാൻ പോവുക. ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ ഈ അനുഗ്രഹം വരാൻ പോവുക. നിന്റെ അനുഗ്രഹം വ്യത്യസ്തമായത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാ. രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ ശലോമോന്റെ കാര്യം പറഞ്ഞു. ദാവീദിന്റെ മകനാണ് ശലോമോൻ. പെട്ടെന്ന് നിർത്താം, നിങ്ങളെക്കാളും പെട്ടെന്ന് നിർത്തേണ്ട അത്യാവശ്യം എനിക്കുണ്ടതുകൊണ്ടാ. ഗ്ലോറി ടു ജീസസ്. ശലോമോന്റെ ആരാധന നിങ്ങൾക്കറിയോ? രാജാവായി കഴിഞ്ഞപ്പോൾ പുള്ളി 1000 ഹോമയാഗം അർപ്പിച്ചു. എല്ലാവരും 1, 2, 5, 10 ഒക്കെ അർപ്പിക്കുമ്പോൾ പുള്ളി എത്ര അർപ്പിച്ചു? തനിക്ക് മുമ്പൊരുത്തൻ ഇതുപോലെ കൊടുത്തിട്ടുമില്ല, ഇനിയൊട്ട് ആരും കൊടുക്കുകയും ചെയ്യരുത്. ചിലത് ദൈവത്തിന് കൊടുക്കുന്നത് അങ്ങനെ. പ്രൈസ് ഗാഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പുള്ളി അങ്ങനെ അങ്ങ് കൊടുത്തു 1000 ഹോമയാഗം. കൊടുത്ത സമയത്ത് ദൈവം ഒന്നും മിണ്ടിയില്ല. പക്ഷെ 1000 സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പ്രസാദിച്ചു. സത്യം പറയാമല്ലോ, പുള്ളി വീട്ടിൽ പോയി ചെന്നിരുന്ന് സുഖമായിട്ട് മനസ്സോടെ ചെന്നിരുന്ന് അങ്ങ് ഉറങ്ങുക എന്ന് പറഞ്ഞൊരു മനസ്സുഖമുണ്ട്. ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ ഞാനങ്ങ് കൊടുത്തു. ഈ സന്തോഷത്തോടെ പുള്ളി എന്നിരുന്ന് അങ്ങ് ഉറങ്ങുക. ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെ 1000 ഹോമയാഗം സ്വീകരിച്ച ദൈവം എഴുന്നേറ്റ് ശലോമോന്റെ വീട്ടിലേക്ക് വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം. നിന്റെ ആരാധന ദൈവം പ്രസാദിച്ചാൽ അനുഗ്രഹവുമായി ദൈവം നീ ഉറങ്ങിക്കിടക്കുന്നിടത്ത് വരും, നിന്റെ വീട്ടിൽ വരും. വിശ്വസിക്കുന്നവരുണ്ടോ? ഈ 2025 ദൈവം പ്രസാദിച്ചവന്റെ വീട്ടിൽ ചില ബ്ലെസ്സിങ്ങുകൾ വരാൻ പോവാ. വിശ്വസിക്കുന്നവർ അത് സ്വീകരിക്കട്ടെ. ചൂടാബാല വൈശാരകതേ അച്ചുരബലബല റീവശമലേ അന്തൽ കമന റിബല രകതേ വൈനം ചാര തേര തേര. ദൈവം പ്രസാദിക്കുന്നവന്റെ വീട്ടിൽ അനുഗ്രഹം ഉറങ്ങിക്കിടന്നാലും വരാം. Hallelujah. Praise God. In the name of Jesus. ഉറങ്ങിക്കിടന്നാലും നിന്റെ വീട്ടിൽ വരാനുള്ളത് വരും. ആമേൻ. തൻ്റെ ഭക്തന്മാർക്ക് ഉറക്കത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞത് ചുമ്മാതൊന്നുമല്ല. ആരാധിച്ചേച്ച് കിടന്നുറങ്ങണം, ആരാധിക്കാതെ ഉറങ്ങല്ലേ. ഹല്ലേലൂയ പറഞ്ഞ് ചിലർക്കൊരു കുഴപ്പമുണ്ട്, ആരാധന ഇല്ലാതെ കിടന്നുറങ്ങിക്കളയും. അതിനെക്കുറിച്ച് ശലോമോൻ തന്നെ അടുത്തൊരു വാക്യത്തിൽ കുറെ കൂടെ കൈകെട്ടി കിടക്കുക, കുറെ കൂടെ നിദ്ര. ആര് വരും? ദാരിദ്ര്യം വഴിപോക്കനെ പോലെ കയറി വരും. ആരാധിച്ചേച്ച് കിടന്നുറങ്ങുക, കാറ് നിന്റെ വീട്ടിനകത്ത് വന്ന് നിൽക്കും. നിനക്കുള്ള സമ്പത്ത് നിന്റെ വീട്ടിലോട്ട് ദൈവം പറഞ്ഞു വിടും. നിനക്കുള്ള നന്മ നിന്റെ വീട്ടിലോട്ട് ദൈവം അയക്കും. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ച നിനക്കുള്ള ബ്ലെസ്സിങ് ഉറങ്ങിക്കിടന്നാലും നിന്റെ വീട്ടിന്റെ പടിക്കൽ ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ അത് സ്വീകരിക്കട്ടെ. റീഗൽ പ്രൗഢമനഘടക അക്ഷസ് കമനഘടകസി അഡബാ റിബദന ജലഘടക വൈശസ്സി യംതേരി റീഗൽ പ്രൗഢമനഘടകസി in the name of Jesus. റിബലബലബ ശന്ദരധിയാദ റീഗൽ പ്രൗഢമനഘടക അക്ഷസ് കമനഘടകസി. ഹല്ലേലൂയ. അപ്പോൾ ശലോമോൻ അനുഗ്രഹം ചോദിച്ചൊന്നുമില്ല, ചെന്നിടന്ന് ഉറങ്ങി. കുറെ കഴിയുമ്പോൾ ദൈവം വീട്ടിൽ വന്നിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ. ദൈവം എവിടെ വന്നിരിക്കുന്നു? പുള്ളിയുടെ വീട്ടിൽ വന്നിരിക്കുന്നു. എന്തിന്? അനുഗ്രഹം കൊടുക്കാൻ. ഇതൊക്കെ ഒരു വ്യത്യസ്തമായ കാര്യമാണ്. നമ്മളോട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ മുട്ടുകാലിരുന്ന് മുട്ടിവിടെ താഴെ വെച്ച് വലിയ വട്ടത്തിൽ കിടക്കുക. പുള്ളിയുടെ നടന്ന് ഉറങ്ങിയപ്പോൾ ദൈവം വീട്ടിൽ വന്നിരിക്കുന്നു. നിനക്ക് എന്ത് അനുഗ്രഹം വേണം? ഒറ്റ കാര്യം ചെയ്യണം, ആ പ്രസാദിക്കുന്ന ആരാധന വരണം.
ഗ്ലോറി. പ്രസാദിക്കുന്ന ആരാധന വന്നാൽ ഞാൻ പറയാം, ദൈവം നിന്റെ വീട്ടിൽ വരും. ആരാധിച്ചവനെ കാണാൻ വരും. നിനക്ക് പ്രതിഫലം തരാൻ വരും. നിനക്ക് വിടുതൽ തരാൻ വരും. നിനക്ക് നന്മ തരാൻ വരും. നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം വരും. ഹല്ലേലൂയ. എബ്രഹാമിനറിയാം, പറഞ്ഞെടുത്തു പോയി ആരാധിച്ചാൽ, അഭിപ്രായം കേൾക്കാതെ, സാറായിയുടെ വാക്ക് കേൾക്കാതെ ആരാധിച്ചാൽ ദൈവം അവിടെ വരും. ദൈവം വന്നാ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആമേൻ. നിങ്ങളൊരു സ്തോത്രം പറയുന്നത് എനിക്കല്ല. നിങ്ങൾ കൈയടിച്ച് ആരാധിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ദൈവത്തിന് കൊടുത്ത മഹത്വമാ. ഇത് സ്വീകരിക്കുന്ന ദൈവത്തിനറിയാം നിനക്ക് എന്നാ തരണമെന്ന്. ആരോടോ ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുകയാ. നിന്റെ ആരാധനയിൽ എൻ്റെ ദൈവം പ്രസാദിച്ചാൽ, ഓ സ്വർഗം പറയുന്നു, എബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ചത് ഐശ്വര്യമായി. ഐശ്വര്യമായ അനുഗ്രഹം. ചെറിയ അനുഗ്രഹമൊന്നുമല്ല. ചോദിക്കുമ്പോൾ ചെറിയ അനുഗ്രഹമൊന്നും ചോദിക്കരുത്. കാരണം ഐശ്വര്യമായിട്ട് തന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്തെങ്കിലും തന്നു വിടുന്ന ദൈവമല്ല. നിന്നെ എങ്ങനെ അനുഗ്രഹിക്കും? ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദേശം അറിയണം നിനക്കൊരു അനുഗ്രഹം കിട്ടിയ. നമ്മളിപ്പോൾ ഒരു മൂടി വെച്ചോണ്ടിരിക്കും. അവൻ അറിഞ്ഞ മിക്കവാറും എനിക്കിട്ട് പാര് വയ്ക്കും. അപ്പം പാര് വയ്ക്കുമ്പോൾ തെറിക്കുന്നതാണെങ്കിൽ പോട്ടുന്നേ, നല്ലത് ദൈവം വേറെ തരും. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അല്ലേ? അവൻ ആവിചാരം ചെയ്താൽ തെറിക്കുന്നതാണെങ്കിൽ അങ്ങ് പോട്ട്. കർത്താവിനെ ആരാധിച്ചാൽ അതിൻ്റെ അടുത്തത് വേറെ തരും ദൈവം. പ്രൈസ് ഗോഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് എബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞ്, ഈ അവിടെ ചെന്ന് വിറകും കത്തിയും തീയുമായിട്ട് പോയി. അവിടെ കാണിച്ച സ്ഥലത്ത് എബ്രഹാം ചെന്നങ്ങ് യാഗപീഠം ഒരുക്കി. കർത്താവ് കാണിക്കുന്നിടത്ത് നീ യാഗപീഠം ഒരുക്കി യാഗമർപ്പിച്ചാൽ, ഹമേൻ, അതൊരിക്കലും പരാജയമാകത്തില്ല. നിന്നെ 3 ദിവസം വഴി നടത്തി അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് കർത്താവ് കൊണ്ടെത്തിച്ചത് വെറുതെ ഒന്നുമല്ല, ചിലത് അർപ്പിക്കാനാ. പിന്നെ അർപ്പിക്കാൻ മാത്രമല്ല, ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്നെ ദൈവം വിളിച്ചോണ്ട് വന്നത് എന്തിനെന്നറിയാമോ? ആർക്കും കൊടുക്കാത്ത തരാനാ. അന്ന് വരെ കയ്യിനോ ഹാബേലിനോ നോഹയ്ക്കോ മറ്റാർക്കും കൊടുക്കാത്തൊരു പദം അബ്രഹാമിന് കൊടുക്കുന്നു. നിന്നെ ഞാൻ എങ്ങനെ ഐശ്വര്യമായി. ഇന്ന് പകൽ ഞാനും നിങ്ങളോട് പറയാം, ചില വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കാകട്ടെ നിങ്ങളെ വിളിച്ച് തമ്പുരാൻ നിർത്തിയത് വെറുതെയല്ല. കുടുംബത്തിൽ ആർക്കും കൊടുക്കാത്തതും ദേശത്താർക്കും പ്രാപിക്കാൻ കഴിയാത്തതുമായ ചില വ്യത്യസ്തമായ എന്തോ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി അത് ഹാൻഡ് ഓവർ ചെയ്യുക. വ്യത്യസ്തമായ ചില അനുഗ്രഹങ്ങൾ നിന്റെ മേൽ സ്വർഗം തരാനാ നിന്നെ വ്യത്യസ്തമായ ദൈവം വിളിച്ച. അത് സ്വീകരിക്കട്ടെ. ആ മഹത്വം സ്വീകരിക്കട്ടെ. ആ സാന്നിധ്യം സ്വീകരിക്കട്ടെ. ചുടകബല ഹദല ജലഘടക ലഗസി യന്തന റീബൽ പ്രൗഢി ബിരിഘടക റക്ഷസ് കമനഘടകസെ വൈഡം ജനാധരാമനഘടകസെ. യേശുവേ, നിന്റെ മഹത്വത്തിനായി നന്ദി. എബ്രഹാമിന്റെ ആരാധനയ്ക്ക് വേണ്ടി മോറിയ മലയിലോട്ട് വിളിച്ചു കയറ്റുമ്പോൾ ദൈവത്തിനറിയാം, അവൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ അവന് വേണ്ടി കൊടുക്കുന്നത് അവന്റെ പിതാവായ തേരഹിന് കൊടുത്തതല്ല, അവന്റെ പൂർവ്വപിതാക്കന്മാരായി ജനിച്ച പലരുമുണ്ട്, നോഹയ്ക്ക് കൊടുത്തതല്ല, ആദാമിന് കൈമാറിയതല്ല, അവന്റെ തലമുറകൾക്ക് കൈമാറിയതല്ല. പലർക്കും ഇതുവരെ പ്രാപിപ്പാൻ കഴിയാത്ത വ്യത്യസ്തമായ ഒന്ന് ഞാൻ അവന് വേണ്ടി വച്ചിരിക്കുക. ഇന്ന് ആത്മാവൻ ചിലതിനോട് പറയുന്നു, നീ ആരാധിക്കാൻ ദൈവത്തിന്റെ അടുക്കലോട്ട് വന്നെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, നീ ചോദിച്ചില്ലെങ്കിലും നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാ. ചോദിച്ചില്ലെങ്കിലും നീ അനുഗ്രഹം അനുഭവിക്കാൻ പോവുകയാ.
Hallelujah. Praise God. Amen. അവരുടെ ഭാഗം 1000 ഹോമയാഗം അർപ്പിച്ച ശലോമോനോട് ദൈവം ചോദിച്ചു, ശലോമോനെ, ഉണരൊന്നും വേണ്ട, നീ ഉറങ്ങിക്കോ, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. സംസാരിച്ചു ദൈവം, നിനക്ക് എന്നാ വേണ്ടേ? എന്തും ചോദിച്ചോളം ദൈവം അനുവാദം കൊടുക്കുമ്പോൾ അങ്ങനെ അനുവാദം കിട്ടി നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? ഒന്നും പറയണ്ട, വീടില്ല, വസ്തുവില്ല, ആമേൻ, നല്ലൊരു ജോലി വേണം, പറയില്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണേ. പക്ഷെ ഞാൻ ഈ ശലോമോനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് ഞാൻ അവനോട് എന്തും ചോദിക്കാൻ അനുവാദം കൊടുത്തതാണ്. അപ്പോൾ ശലോമോൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് വിവേകമുള്ളൊരു ഹൃദയം വേണം. ഇതല്ലേ ചോദിച്ചേ? വേറെ ഒന്നും പുള്ളി ചോദിച്ചില്ല. 5 പൈസയുടെ നന്മ പുള്ളി ചോദിച്ചില്ല. ഗ്ലോറി ടു ജീസസ്. ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ഞാൻ എൻ്റെ അടുത്തായിട്ട് വന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞെന്നെ, കർത്താവേ, ഈ പള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് വിശാലമാകാനുള്ള വല്ല ഫണ്ടും റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നേനെന്ന് ചോദിച്ചേനെ. ഇനി അറിയില്ല, നിങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി പറയും, ഒരിക്കലും ഒന്നും വേണ്ട, ഒരു നല്ല ഹൃദയം. സത്യം പറഞ്ഞ ഇത് നമ്മൾ ആരും ചോദിക്കാത്ത സാധനമാണ്. എനിക്കുള്ളത് തന്നെ ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. ആമേൻ. എനിക്കുള്ളത് തന്നെ വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. അന്നേരം ഈ ശലോമോൻ പറയുക, എല്ലാവരെയും നന്നായി നോക്കാൻ, ഭരിക്കാൻ, രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിവേകമുള്ള ഒരു നല്ല ഹൃദയം എനിക്ക് വേണം. എൻ്റെ ദൈവം ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എടാ, ആരും ചോദിക്കാത്തൊരു ചോദ്യം ഉണ്ടല്ലോ നീ എന്നോട് ചോദിച്ചേ. കർത്താവ് പറഞ്ഞു, നീ ചോദിച്ചത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഗ്ലോറി. ചോദിച്ചത് ഞാൻ നിനക്ക്. എന്നിട്ട് ദൈവം തിരിച്ചു പോണ്ടേ? പോണം. തിരിച്ചു പോയില്ല ദൈവം. അവിടെ നിന്നേച്ചു പറയും, എടാ ഉറങ്ങാതെ ഒന്ന് നോക്ക്, നീ ചോദിക്കാത്ത അനുഗ്രഹം ഞാൻ നിന്റെ മേൽ ഇടുകയാ. ഓ, ആരാധിക്കുന്നവൻ അനുഗ്രഹം ചോദിക്കണ്ട, നിന്റെ മേൽ ആരാധനയിൽ പ്രസാദിച്ചാൽ അനുഗ്രഹം കൽപ്പിക്കും ദൈവം. വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ചൂടാബാല വൈഡാരകജ അന്തൽ കമന റീവക്ഷമനെ അച്ചുരബലബല റീവക്ഷമനവർ അന്തൽ കമനവർ രഗതകരകജേ. ഇന്ന് പകലിൽ ആരാധിക്കുന്നവൻ അനുഗ്രഹമുണ്ട്. ആരാധിക്കുന്നവൻ അനുഗ്രഹം ഇങ്ങോട്ട് ദൈവമിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമില്ല, ആരാധിച്ചവന് കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്, ഇനിയും ലഭിക്കും, ഒരു സംശയവും വേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ശലോമോൻ പറഞ്ഞു, നീ ചോദിക്കാത്ത അനുഗ്രഹം ആരാധന നൽകിയതിൻ്റെ പേര് ഞാൻ നിനക്ക് റിലീസ് ചെയ്യുക. ഞാൻ നിങ്ങളോടും പറയുക, അഭിപ്രായത്തിനല്ല ആരാധിക്കേണ്ടത്, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്ക. ഇന്ന് പകൽ ആത്മാവിൽ നീ ഇത് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, സാറായിയോട് ചോദിച്ചിട്ടല്ല നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്, ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ദൈവം. ഓ ഇന്ന് ആത്മാവ് ചിലതോട് പറയുന്നു, ആരുടെയും അഭിപ്രായത്തിന് ദൈവം നിൽക്കത്തില്ല. നിനക്കുള്ള അനുഗ്രഹം ഡയറക്റ്റായി വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. യേശുവിന്റെ മകത്ത് ഇന്ന് പകൽ ചലിക്കട്ടെ. ജൂഡാ രാജ വൈഡ രഗജ അന്തൽ കമന റീവ ശമനെ അത്തിരബലബല റീബലഗടക ഷൈഡബ രാജ വൈഡം ജാനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാറായിയുടെ അഭിപ്രായം കേട്ട് ആരാധിച്ചിരുന്നെങ്കിൽ പുള്ളി അനുഗ്രഹിക്കപ്പെടത്തില്ല. ബാല്യക്കാരുടെ അഭിപ്രായം കേട്ട് പുള്ളി നിന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടത്തില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇത് ഞാനും ദൈവമായിട്ടുള്ള കണക്ഷനാണ്, ഞാനും ദൈവമായിട്ടങ്ങ് തീത്തോളാം. കയറിപ്പോയി. അഭിപ്രായം കേൾക്കാതെ നിന്നവന് ഒരഭിപ്രായവും പറയാതെ ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ഗോഡ്. ആരാധന ഹൃദയം നുറുങ്ങിക്കൊടുക്കണം.
മനം തകർന്നവന്റെ വാക്ക് ദൈവം ആരാധന, ആ വാക്കുകൾ ദൈവം സ്വീകരിക്കും. ആമേൻ. എബ്രഹാം കയറിപ്പോയി വിറകടുക്കി കൊച്ചിന്റെ കയ്യും കാലും പിടിച്ചു കെട്ടി കത്തിയെടുത്ത് കയ്യിലൊടുത്തി തീയും ഒരു സൈഡേ വെച്ചിട്ട് ദൈവമേ എന്റെ ആരാധന തരാൻ പോവുക. കത്തിയെടുത്ത് ഇങ്ങനെ ഉയർത്തുമ്പോൾ തമ്പുരാൻ പറഞ്ഞു തുടരുത് അവനെ. ശ്രദ്ധിക്കണേ, ഞാൻ കൽപ്പിച്ച ഇടത്ത് നീ എത്തിയത് കൊണ്ട് ഈ ശബ്ദം നീ കേൾക്കും. ദൈവാത്മാവ് ഇന്ന് പകലിലും ചിലതിനോട് പറയുക, ദൈവം എത്തിച്ച സ്ഥലത്ത് നീ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാ. വഴിയിൽ തങ്ങാതെ, വഴിയിൽ ഒതുങ്ങാതെ, ബാല്യക്കാടടുത്ത് നിൽക്കാതെ, ആമേൻ, 3-5 ദിവസം നടന്ന നീ ഇവിടെ എത്തിയത് വെറുതെയല്ല. എന്റെ ശബ്ദമുള്ള സ്ഥലത്ത് ആരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു? നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മലയാ. കർത്താവ് പറഞ്ഞു തൊട്ടുപോകരുത്. നീ എന്നെ അനുസരിക്കാൻ മനസ്സ് കാണിച്ചത് കൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആമേൻ. അനുഗ്രഹത്തിന് വേണ്ടി പുള്ളി പ്രാർത്ഥിച്ചോ? നമ്മളോ 2014 മുതൽ പ്രാർത്ഥിക്കുക ചിലര്. ഞാൻ ഇവിടെ തുടങ്ങിയ സമയം മുതൽ അതൊക്കെ മേലെ ഉണ്ട് ചിലര്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. അനുഗ്രഹം കിട്ടിയില്ല, നല്ല കിട്ടിക്കാണും, എങ്കിലും വിടുകയല്ല, എന്നെ അനുഗ്രഹിക്കണേ. സത്യം പറയാമല്ലോ, വായിൽ വെള്ളം പറ്റിയിട്ടും നമ്മൾ കൊതിച്ച് ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല. പക്ഷെ ഒറ്റ ആരാധന അത് ദൈവം അങ്ങ് പ്രസാദിച്ചാലുണ്ടല്ലോ, നിനക്ക് കിട്ടുന്ന ഈ അനുഗ്രഹം ഐശ്വര്യമായ അനുഗ്രഹങ്ങളായിരിക്കും. ഇന്ന് ദൈവാത്മാവ് ചെറുതിനോട് പറയുക, ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ ഞാൻ ഈ സഭയെ ബ്ലെസ് ചെയ്യാൻ പോവുക. ഇന്ന് പകലിൽ സ്വീകരിക്കാൻ ജനം ഒരുങ്ങട്ടെ. ഇതിനകത്തെ തലമുറകളെ ബ്ലെസ് ചെയ്യാൻ പോവുക. നിങ്ങളുടെ ആരാധന ദൈവം പ്രസാദിച്ച തലമുറകളുടെ മേൽ ദൈവം ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ അയക്കട്ടെ. നിന്റെ ആരാധന ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ നിന്റെ വീടിന് അനുഗ്രഹിക്കാൻ പോവുക, നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ പോവുക. നല്ല ജോലികൾ അവർക്ക് ലഭിക്കാൻ പോവുക, നല്ല സമ്പാദ്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ദൈവം തരാൻ പോവുക. ചൂടാലാമ വൈഡാബാര, വീടില്ലാത്തവർക്ക് വീടുകൾ, പ്രോപ്പർട്ടി ഇല്ലാത്തവർക്ക് പ്രോപ്പർട്ടികൾ, വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് വാഹനങ്ങൾ. യേശുവിൻ നാമത്തിൽ ഐശ്വര്യമായത് ഇവർക്ക് നീ നൽകട്ടെ. Mighty name of Jesus. ഇന്ന് പകലം മഹത്വം വെളിപ്പെടാൻ പോവുക. ഇതിനകത്ത് സാന്നിധ്യം വെളിപ്പെടാൻ പോവുക. ഇതിനകത്ത് നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കും. ഗ്ലോറി, ഒരുമിച്ചൊന്ന് ആരാധിക്കും. ഇന്ന് യഹോവ ഇങ്ങോട്ട് വരണം. വരണ്ടേ? ആമേൻ. ഹല്ലേലൂയ. ദൈവം വരണം. ആരാധിച്ച ശലോമോന്റെ അടുത്ത് തമ്പുരാൻ വന്നെങ്കിൽ, ആരാധന അർപ്പിച്ച അബ്രഹാമിന്റെ അടുത്ത് ദൈവം വന്നെങ്കിൽ, പിന്നെ നമ്മുടെ അടുത്ത് വരൂലേ? വരും. ഇന്ന് ചിലർ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഇതിനകത്ത് തമ്പുരാൻ ചിലരുടെ തലമേൽ കൈവയ്ക്കും. ഐശ്വര്യമായ അനുഗ്രഹത്തിന്റെ കരം അത് നിന്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ നീ തൊടുന്നിടം അനുഗ്രഹിക്കപ്പെടും, നീ കാല് വയ്ക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും, നീ നോക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ ആ ബ്ലെസ്സിംഗ് സമ്പാദിക്കാൻ പോവാ. In the name of Jesus. അനുഗ്രഹം അനുഭവിപ്പാൻ റെഡിയാണോ? ഒരു സിമ്പിൾ ഇക്വേഷൻ.
പ്രാർത്ഥന വേണ്ട, ആരാധന മതി. ആമേൻ. ആരാധന കണ്ടാ തമ്പുരാൻ തരും. ഹല്ലേലൂയ. ദാവീദ് 25,000 വിരുദ്ധന്മാരുമായി കിടന്ന് ഭയങ്കര ആരാധന നടത്തി. അത് ചർച്ചിലല്ല, റോഡിലായിരുന്നു. എവിടെയും നടക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അത് ചർച്ചിലല്ലേ, പിന്നെ എവിടാ? റോഡില, ഹൈവേയിലായിരുന്നു, NH-ൽ. 25,000 പേരുമായിട്ട് പെട്ടകവും കൊണ്ടുവരുന്ന വരവാ. പുള്ളി ഭയങ്കര ഡാൻസ് ആയിരുന്നു, നൃത്തം, ആരാധിച്ചങ്ങോട്ട്. അമ്മ ഒന്ന് ആരാധനയാ. ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. പേരെന്നാ? മീഖൽ. ആരാധനയ്ക്ക് അഭിപ്രായം പറഞ്ഞ മീഖൽ എന്നാ ചെയ്തു? ഒന്നും പറയണ്ട, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അഭിപ്രായമല്ല നമുക്ക് വലുത്, കർത്താവ് പ്രസാദിക്കണം. ഗ്ലോറി. ദൈവം പ്രസാദിക്കണം. പറയാൻ പറ്റുമോ? ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. നൃത്തം ചെയ്യണ്ടേ? ഇരുന്നാ പറ്റുമോ? ആമേൻ. ചില ആരാധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാ, വഴി തുറക്കാൻ പോവുകയാ. ഉറപ്പാ, എനിക്കറിയാം. വാതിലും വഴികളും സ്വർഗം തുറക്കും. ഒരുമിച്ച് എല്ലാവരും എഴുന്നേക്കാം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. കൊടുക്കേണ്ട ആരാധന ദൈവത്തിനങ്ങ് കൊടുത്തോ. വീട്ടിൽ ചെല്ലുമ്പോ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരും. വാഹനങ്ങളൊക്കെ ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചാണ്. വലിയ ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവം വാഹനം തരും. ഞാനിത് ഗ്രൗണ്ട് വിശാലമാക്കാൻ ദൈവം പറഞ്ഞു. അങ്ങനെ ഗ്രൗണ്ട് വിശാലമാക്കി. വരും. വാഹനങ്ങളില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചോണം, അത് വരും. ഉടനെ വരും. ഗ്രൗണ്ട് വിശാലമാക്കിയതുണ്ടല്ലോ, അനുഗ്രഹം വരുമെന്നാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചിനകത്തുള്ള ബ്ലെസ്സിങ് എങ്ങനെ വരുന്നവർക്ക് ദൈവം വാഹനങ്ങളെ കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ജീസസ്. വലിയ നന്മകൾ ദൈവം കൊടുക്കും, വലിയ അനുഗ്രഹങ്ങളെ കൊടുക്കും, പ്രതീക്ഷിക്കാത്ത നന്മകൾ കൊടുക്കും. ആമേൻ. ലാ ബ്രാഷഖീറു യംഥേനി റീഗൽ പ്രൗഡി ബിനി കട്ടക രക്ഷസ്കമന കട്ടകസേ. വാളണ്ടിയർമാരായിട്ടൊക്കെ ഉള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരു തലയിൽ ഒരു നെയ്യപ്പൂ കെട്ടി പോകുന്നുണ്ട് ഒരു സിസ്റ്റർ. അതൊന്ന് പറഞ്ഞതാണ്, ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ നല്ലതാണ്. അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആരും നോയിക്കൊണ്ട് നിൽക്കാനല്ല, നിങ്ങൾ ആരാധിച്ചോണം. ആരാധിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജീസസ്. എന്നോടുണ്ടോ നിങ്ങൾ? ദൈവവചനം പറയുക, ദാവീദ് അങ്ങ് ആരാധിച്ചു. മീഖലിന് മാത്രം ചെറിയ അഭിപ്രായം. മനുഷ്യ നാണമില്ലേ? നിങ്ങൾ ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ നമ്മൾ ആരെന്നതിന് പ്രസക്തി ഇല്ല. ഉണ്ടോ? അത് നിങ്ങൾ ഓഫീസിലാണ്. നമ്മൾ ആരെന്നതിനിവിടെ പ്രസക്തി ഇല്ല. അതെല്ലാം ഓഫീസിലാണ്. നമ്മളിവിടെ ഒന്നുമല്ല. ഓ, എൻ്റെ ഇവിടെ ഉണ്ടോ നിങ്ങൾ? നമ്മളിവിടെ ഒന്നുമല്ല. നമ്മള് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ദൈവത്തെ ആരാധിക്കാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ, എബ്രഹാം ആരാധന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. 1000 ഹോമയാഗം കൊടുത്ത ശലോമോനെ ഉറങ്ങിക്കിടന്നപ്പോ വന്ന് അനുഗ്രഹിച്ചു. ഇന്ന് പകലിൽ ആരാധിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടാൻ പോവുകയാ. ചേർന്ന് കരമടിച്ച് ഇന്ന് പകലിൽ ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. Let us worship. Come on, ready one. Go. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ. മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ. മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ. മഹത്വം.
നിറച്ചിടുന്നു രാജാവിനെന്നും സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു ഹല്ലേലൂയ മഹത്വം ആത്മാവിൻ രക്ഷകനാനന്ദനായി ഹല്ലേലൂയ മഹത്വം അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു ഹല്ലേലൂയ മഹത്വം ആത്മാവിൻ രക്ഷകനാനന്ദദായകൻ ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും 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 മഹത്വം അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്ന ഹല്ലേലൂയ മഹത്വം നിന്റെ വീട്ടിലേക്ക് അനുഗ്രഹം വരട്ടെ സങ്കേതമാകയ ഹല്ലേലൂയ മഹത്വം അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്ന ഹല്ലേലൂയ മഹത്വം അങ്ങന്റെ കോട്ടയും സങ്കേതമാകയ ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും 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 മഹത്വം സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു ഇന്ന് പകല ദൈവത്തിന്റെ കരം ഇറങ്ങട്ടെ സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്നു രാജാവിനെന്നും മഹത്വം 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 സ്വർഗീയ തീയാൽ എന്നെ മുറ്റും Wait a